വിവാഹം എന്ന പവിത്രമായ ചടങ്ങിലൂടെ മാത്രം ഒന്നിച്ച് ജീവിക്കുക എന്ന പരമ്പരാഗത രീതിക്ക് ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പങ്കാളികൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ വിവാഹം എന്ന നിയമപരമായ കരാറിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു സാധാരണ പ്രവണതയായി മാറിയിരിക്കുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ മുതൽ ഇന്ത്യയുടെ മെട്രോ നഗരങ്ങൾ വരെ നീളുന്ന ഈ സാമൂഹിക മാറ്റം വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒന്നായും പരസ്പര ധാരണയിൽ അധിഷ്ഠിതമായ ഒന്നായും ആധുനിക തലമുറ കാണുന്നു. ലളിതമായി പറഞ്ഞാൽ, പരസ്പരം പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ വിവാഹിതരാകാതെ തന്നെ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ദമ്പതികളെ പോലെ ജീവിക്കുന്ന രീതിയാണിത്. വൈകാരികമായ ഐക്യം, സാമ്പത്തിക പങ്കാളിത്തം, ശാരീരിക ബന്ധം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും നിയമപരമായ വിവാഹം എന്ന മുദ്ര ഇതിലില്ല എന്നത് ശ്രദ്ധേയമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദമ്പതികൾ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്ന രാജ്യം സ്വീഡനാണ്. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം സ്വീഡനിലെ ഏകദേശം 70% ആളുകളും വിവാഹത്തിന് മുൻപോ അല്ലെങ്കിൽ വിവാഹം പൂർണ്ണമായും ഒഴിവാക്കിയോ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരാണ്. സ്വീഡിഷ് സമൂഹത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല. അവിടെ ഇതിനെ സാംബോ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഏകദേശം 10% ദമ്പതികൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ തന്നെ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. അതേസമയം ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന 40% ആളുകൾ കുറച്ചു കാലത്തെ താമസം കഴിഞ്ഞ് വേർപിരിയുന്നതായും പഠനങ്ങൾ കാണിക്കുന്നു. സ്വീഡന് തൊട്ടു പിന്നാലെ നോർവേ, ഡെൻമാർക്ക് തുടങ്ങിയ അയൽ രാജ്യങ്ങളും ലിവ് ഇൻ സംസ്കാരത്തിൽ മുന്നിലാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ലിംഗസമത്വത്തിനും നൽകുന്ന ഉയർന്ന പ്രാധാന്യമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ ഇന്നും ഒരു സമ്മിശ്ര വികാരമാണ് നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ജീവിതശൈലിയുടെ ഭാഗമാണെങ്കിൽ ഇന്ത്യയിൽ ഇതൊരു സാമൂഹിക പരീക്ഷണമായിട്ടാണ് പലരും കാണുന്നത്. ഇന്ത്യയിലെ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളെ കുറിച്ച് കൃത്യമായ സെൻസസ് കണക്കുകൾ ലഭ്യമല്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഓരോ 10 ദമ്പതികളിൽ ഒരാൾ എന്ന നിലയിൽ ഈ പ്രവണത വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജോലി ആവശ്യങ്ങൾക്കായി നഗരങ്ങളിലേക്ക് മാറുന്ന യുവാക്കൾക്ക് സാമ്പത്തികമായി പരസ്പരം താങ്ങാവാനും ചിലവുകൾ പങ്കിടാനും ലിവ് ഇൻ റിലേഷൻ സൗകര്യപ്രദമാകുന്നു എന്നതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന്. കൂടാതെ വിവാഹശേഷം പൊരുത്തക്കേടുകൾ ഉണ്ടായി വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി ഒന്നിച്ച് ജീവിച്ച് സ്വഭാവ രീതികൾ മനസ്സിലാക്കുന്നതാണെന്ന് പുതിയ തലമുറ കരുതുന്നു. കുടുംബങ്ങളുടെ അമിതമായ ഇടപെടലുകളില്ലാതെ സ്വന്തം ജീവിതം സ്വയം തീരുമാനിക്കാനുള്ള ആഗ്രഹവും ഇതിനു പിന്നിലുണ്ട്. ഇന്ത്യയിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾക്ക് നിയമപരമായ ഒരു ചട്ടക്കൂട് നൽകിയ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയതിലൂടെ ലിവ് ഇൻ പങ്കാളികൾ തങ്ങളുടെ ബന്ധം അധികാരികളെ അറിയിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ നിയമത്തിന് പിന്നിൽ പ്രധാനമായും സുരക്ഷാ കാരണങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രദ്ധാവാക്കർ കൊലപാതകം പോലുള്ള ദാരുണമായ സംഭവങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾക്കിടയിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ പങ്കാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അക്രമങ്ങൾ തടയാനും രജിസ്ട്രേഷൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കുന്നു. പുതിയ നിയമപ്രകാരം പങ്കാളികൾ തങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. ഇത് മാതാപിതാക്കളെ അറിയിക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ഇതൊരു സ്വകാര്യതാ ലംഘനമല്ല, മറിച്ച് ചൂഷണങ്ങൾ തടയാനുള്ള മാർഗമാണെന്നാണ് സർക്കാർ വാദം. ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ പലർക്കും ആകർഷകമായി തോന്നുമെങ്കിലും ഇതിന് അതിൻ്റെതായ വെല്ലുവിളികളുമുണ്ട്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലും ചെറിയ നഗരങ്ങളിലും ലിവ് ഇൻ പങ്കാളികൾക്ക് ഇപ്പോഴും വീട് വാടകയ്ക്ക് നൽകാനോ മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കോ സമൂഹം മടിക്കുന്നു എന്നത് വലിയൊരു വിവേചനമാണ്. വിവാഹിതരായ ദമ്പതികൾക്ക് ലഭിക്കുന്ന സ്വത്തവകാശം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ ലിവ് ഇൻ പങ്കാളികൾക്ക് പലപ്പോഴും ലഭിക്കാറില്ല എന്ന നിയമപരമായ അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സുപ്രീം കോടതിയുടെ ചില വിധികൾ ഇത്തരം ബന്ധങ്ങളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട്. വിവാഹം പോലെ ഒരു ഔദ്യോഗിക കരാർ ഇല്ലാത്തതിനാൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധം പെട്ടെന്ന് വേർപിരിയാൻ സാധ്യതയുള്ളത് പങ്കാളികളിൽ ഒരാൾക്ക് കടുത്ത വൈകാരികാഘാതം ഉണ്ടാക്കിയേക്കാം. ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ ലോകത്തിന്റെ മാറുന്ന മുഖമാണ് കാണിക്കുന്നത്. സ്വീഡനെ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പാരമ്പര്യത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ പ്രവണതകളെ എങ്ങനെ നിയമപരമായി നേരിടാമെന്ന് ചിന്തിക്കുകയാണ്. വിവാഹമായാലും ലിവ് ഇൻ ആയാലും ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം പരസ്പര ബഹുമാനവും വിശ്വാസവുമാണ്. പങ്കാളികൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷ്യം. ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾക്ക് നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നത് അവയുടെ ദുരുപയോഗം കുറയ്ക്കാനും പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കും. നമ്മുടെ സമൂഹം വലിയൊരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
പഴയ മൂല്യങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഈ കൂട്ടിമുട്ടലിൽ വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക സുരക്ഷയും എങ്ങനെ ഒത്തുപോകുന്നു എന്നതാണ് വരും കാലങ്ങളിൽ നാം കാണാനിരിക്കുന്നത്.